നാളായി കണ്ടിട്ട്. എവിടെയാണത്? എവിടെ പോയിട്ട് വന്നേ? അല്ലേ വല്ലപ്പോഴും ഒന്ന് ചെരക്കണോടാ. അതിലെന്റെ അടുത്തുള്ള ചെറുക്കനാണ് കണ്ടു കഴിഞ്ഞാൽ മിണ്ടിയേ. ചെരക്കണോന്നാ? ചെരക്കണമെന്നല്ല ചെരക്കണം. തിരക്കണോ പറഞ്ഞ ഒറ്റ വീക്കായി. ഇത് എവിടെയായിരുന്നു? ഞാനുണ്ടായിരുന്നു. ഞാന് നമ്മുടെ പിന്നെ പോക്കരിക്കണ്ടത്തിലോ ഗോപാലിന്റെ മകൻ അറിയുക സുരേഷ്. പോക്കരിക്കണ്ടത്തിലോ ഗോപാലിന്റെ മകൻ സുരേഷ്. എന്നോട് പഠിച്ചതല്ലേ സുരേഷ്? അവൻ പ്ലെയർസിയെന്ന് വന്ന്. എവിടുന്ന്? പ്ലെയർസിയയിലായിരുന്നു അവൻ. പ്ലെയർസിയല്ല, പേർഷ്യ. പേർഷ്യ എന്ന് പറയണം. ഇടവൻ ഗൾഫിലായിരുന്നു. അവൻ വന്നെന്ന് പറഞ്ഞ് മുമ്പത്തെ പോലെ മകനെ വീട്ടിലാട്ട് ഓടിക്കാറാൻ പറ്റിയല്ല. ഇപ്പൊ സർക്കാരിന്റെ ഈ ഡേവിഡിന്റെ പ്രശ്നം ഉണ്ടല്ലോ. ഡേവിഡ് അല്ല, ഇപ്പോഴത്തെ കോവിഡ്. ക്ലിയർ ആയിട്ട് പറയാം. അതാണ് പറഞ്ഞത്. കോവിഡിന്റെ പ്രശ്നം കാരണം ഈ ചെറുക്കനെ വന്നപ്പോ തന്നെ കോൺവെന്റിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. 2 ആഴ്ച റെസ്റ്റ് വേണം. എവിടെ ഇരുത്തി? കോൺവെന്റ് അല്ല എന്റെ അമ്മ, ക്വാറന്റൈൻ എന്ന് പറയും. ക്വാറന്റൈനിൽ ഇരിക്കണം. അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ചെറുക്കൻ ഞാൻ തിരക്കി. ഇപ്പൊ ഈ ചെറുക്കൻ തോന്നില്ല. ചെറുക്കനല്ല ഇവൻ. ഇവ പറഞ്ഞ കേക്കല. ഇവ മാക്സി ഇടിയലെന്നാണ് ഞാൻ അറിഞ്ഞത്. മാക്സി ഇടിയലെന്ന്. മാക്സി അല്ല, അത് മാസ്ക്. നമ്മൾ ഈ കോവിഡ് വരണ്ടെങ്കിൽ മാസ്ക് വെക്കണതാണ്. ഈ കുന്തയും വെക്കല വെക്കാത്ത കൊണ്ടാണ് ഇത് പടരണന്ന് ഇവൻ കാരണം. എന്റെ പൊന്നേട്ടാ എന്ത് ചെയ്ത്? ഇപ്പൊ അവൻ കുഴപ്പമൊന്നുമില്ല. ശ്വാസം എടുക്കാൻ മേലെന്ന് പറഞ്ഞു. അപ്പൊ 2 ആൺപിള്ളേരുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞു വിട്ടവരാ. എന്തെടുത്ത് കൊടുക്കും? അവന് ശ്വാസം എടുക്കാൻ മേലെന്ന്. ശ്വാസം എടുക്കാൻ പാടെന്ന് പറഞ്ഞ് ഈ കോവിഡ് വന്നാൽ ഈ മൂക്കടഞ്ഞു പോകും. ഇപ്പൊ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അച്ചോ, ഞാനോർത്ത് ഇത് പൊങ്ങാത്ത സാമാനാണെന്ന് ഓർത്ത് ഞാൻ 2 പേരെ പറഞ്ഞു വിട്ട് എടുക്കാൻ. അങ്ങോട്ട് പറഞ്ഞു. എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? എന്നിട്ട് എന്ത് ചെയ്തിപ്പോ? അവര് പോയിട്ടുണ്ട്. അപ്പൊ ഈ ചെറുക്കനെ അവിടെ കിടന്നല്ലോ കാറിപ്പോയി വേഗം. മിക്കവാറും അവന്റെ ശ്വാസം ദൈവം തന്നെ മേലിലേക്ക് എടുത്തോളും. ദൈവം ഒന്നും വരുത്താതിരുന്നാ മതി. അതെന്താ? അടിയന്തരം വിളിച്ചാലും ആള് കൂടാൻ പറ്റിയില്ല. എന്റെ പൊന്നെ, ഇങ്ങനെയൊന്നും പറയില്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റണം? നിങ്ങൾക്ക് ചെറുപ്പക്കാരെ കുറിച്ച് പറയാതിരിക്കാൻ നല്ലത്. എല്ലാം വെള്ളം കുടി അലമ്പോ. ഈ ആനന്ദന്റെ മകൻ കഴിഞ്ഞ ദിവസം വെള്ളം കുടിച്ച് ഇതുപോലെ മെനകേടായി. ഈ ആനന്ദന്റെ മകൻ അയ്യോ വെള്ളം കുടിച്ച് ഈ ചെറുക്കൻ ആ വഴിയെ പോണവരെ തിരിപറിയ അതിരിയൊക്കെ രസമുണ്ട്. ഇവനെ ഈ പറഞ്ഞ പോലെ ആരാണ്ട് ബോംബെന്ന് വന്നപ്പോ ഈ ബെർമൂഡ എന്ന് പറഞ്ഞൊരു സാമാനം കൊടുത്തു ഇടാൻ. ബെർമൂഡ എനിക്കറിയാം. ഞാനൊക്കെ അത് ബെർമൂഡ കിട്ട നടക്കുന്ന ആളാണ്. പിന്നെ എനിക്കറിയാൻ പാടില്ല. ഇവൻ ഈ സാമാനം വിട്ടു കുളിക്കേക്കും വന്ന് ജംഗ്ഷനിൽ പോയി എല്ലാരും പോയി മുണ്ടുപൊക്കി കാണിക്കും. ഏത്? ഈ ബെർമൂഡ കാണിക്കാൻ. ബെർമൂഡ എന്ന് പറഞ്ഞാൽ അടിയിലുണ്ടല്ലോ, അത് നിക്കർ പോലത്തെ ഒരു സംഭവമാണ്. ഇവൻ മുണ്ടുപൊക്കി വെച്ച് കാണിക്കും. ബെർമൂഡ മറ്റേ തന്ന് കൂട്ടുകാരൻ തന്നു. ഞാൻ പറഞ്ഞു മകനെ അങ്ങനെയൊന്നും കാണിക്കരുത്, മുണ്ടുപൊക്കി ദോശാനേ. അത് മോശമാണ്. അത് പിള്ളേർ തൊട്ട് സത്യന്മാരുടെ പ്രായമുള്ള ആൾക്കാരുള്ളതാണ് കവര്. ഞാൻ ചെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും കാണിക്കരുത്. അത് കുഴപ്പമില്ല, ഡെർമൂഡയായിരുന്നു. ഇവൻ എന്നോട് പറഞ്ഞു മിനിഞ്ഞാന്നാ ഞാൻ കുളിച്ചേച്ചും കവലേച്ചെന്ന് ഇതുപോലെ മുണ്ടുപൊക്കി കാണിച്ച് ആൾക്കാരെല്ലാം കൂടെ ചെടിക്കിട്ട് തല്ലി. അതെന്നാ കുഴപ്പം? ഇവൻ ബെർമൂഡ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? എന്താ ഇവരെ അന്ന് കുളിക്കേച്ചും ബെർമൂഡ ഇടാൻ മറന്നു പോയി. എന്റെ ദൈവമേ, അത് അങ്ങനെ ചെന്നാണ് മുണ്ടുപൊക്കിയത്. പിന്നെ വട്ടിനത്തെ പോലെ തല്ലി. ചെറുക്കത്തെ കാലും കയ്യൊക്കെ ഒടിഞ്ഞ് 7 സ്വിച്ചിട്ട്. 7 സ്വിച്ച് അല്ല എന്റെ അമ്മ, ഇത് സ്റ്റിച്ച് എന്ന് പറയാം. എന്തുകൊണ്ടാണ് തയ്ച്ച് പിടിപ്പിച്ച്. ഇപ്പൊ ആദ്യം സീരിയലായിരുന്നു കൊണ്ടുചെല്ലുമ്പോ. ആദ്യം സീരിയലായിരുന്നു കൊണ്ടുചെല്ലുമ്പോ. സീരിയൽ അല്ല ഇത്, ആദ്യം ഭയങ്കര സീരിയസ് എന്നാണ് പറഞ്ഞത്. സീരിയസ്. അങ്ങനെ കൊണ്ടുപോയി സത്യാഗ്രഹത്തിൽ കിടത്തി. എവിടെ? സത്യാഗ്രഹത്തിൽ. ഒറ്റ കീറ്. സത്യാഗ്രഹമല്ല, അത്യാഹിതം. അവിടെ കൊണ്ട് കിടത്തിട്ട് ഇപ്പൊ നോവല എന്നാണ് പറഞ്ഞ. ഇപ്പൊ നോവലല്ല, നോർമൽ. ഈ മാറി, അസുഖം മാറി എന്ന് പറയണത് എന്തൊക്കെയാണ്? മറ്റേ ഈ കുഞ്ഞുങ്ങള് അപകടം പറ്റി വെക്കണ കൊണ്ടാണ് ഞാനീ പറയുന്നത്. PSC ക്ലാസ് എടുക്കാൻ പോകാൻ പാടില്ല ഈ വിവരം വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തന്നെ എന്നോട് പറഞ്ഞാലുണ്ട്. കുമാരൻ ചേട്ടനുണ്ടായിരുന്നപ്പോ എന്തായിരുന്നു? എന്റെ കുമാരൻ ചേട്ടനുണ്ടായിരുന്നപ്പോ എന്തായിരുന്നു? ഒന്നിനും ഒരു കുറവില്ലാത്ത മനുഷ്യനായിരുന്നു. ഇവിടെ നാട്ടില് നമ്മുടെ കുമാരൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആള്. നമുക്കൊക്കെ ഒരു ബഹുമാനാണ്. നിങ്ങള് ഈ മനുഷ്യൻ അപകടം വരുത്തി വെച്ച് മരിച്ചുപോയ മനുഷ്യനാണ് കുമാരൻ ചേട്ടൻ. കുമാരൻ ചേട്ടൻ അപകടം വരുത്തി വെച്ചാ? പിന്നെ പുള്ളിക്ക് തോട്ടി കുളിക്കണ സ്വഭാവമുണ്ട്. അതിനെന്താ അപകടം? ഞാനും അമ്പലക്കുളത്തിലും തോട്ടിലൊക്കെ ഞങ്ങള് കുളിക്കണല്ലേ ചെറുപ്പം പോലെ. അത് നിങ്ങൾ കുളിക്കാൻ പോണത്, ഇത് കുളി കാണാൻ പോണത്. ഇത് ശരിയാണ്. എന്ത് പറ്റിയെന്ന് പറ. അതേ കുളിക്കാൻ ചെന്ന് അവിടെ ചെന്ന് കുറെ നേരം നിന്നേച്ചും തിരിച്ചു പോകുന്നു കുളിക്കാതെ. അവിടെ കുളിച്ചില്ല? ഞാൻ ചോദിച്ചത് എന്താണ് കുളിക്കാൻ പോയിട്ട് കുളിക്കാതെ പോകുന്ന. അവിടെ താറാവ് ഇറങ്ങിയടിയെന്ന്. താറാവ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മേലൊക്കെ ചൊറിഞ്ഞ് തടിച്ച് ഭയങ്കര വിഷയ. കുളിക്കാൻ നന്നായി കുളിച്ചില്ല. താറാവ് ഇറങ്ങിയിട്ടെന്നും പറഞ്ഞ് എന്റെ നേരെ ഒരു വട്ടം ചെയ്തു. ഞാൻ പറഞ്ഞല്ലേ ഞാനാണ് താറാവിനെ ഇറക്കി വിട്ടത്. അല്ല ഇത് നല്ല കൂട്ട്.
താറാവ് ഇറങ്ങിയെങ്കിൽ താറാവിനോട് ചീത്ത പറയണമെന്നും പറഞ്ഞ് ഞാൻ അടുക്കള എത്തിയിരുന്നു. അപ്പൊ പുറത്തു നിന്ന് പറയുന്നുണ്ട് ഞാനിനി മോട്ടോർ ഓൺ ചെയ്ത് കുളിക്കാൻ പോണെന്ന്. വീട്ടിൽ തന്നെ വീട്ടിൽ മോട്ടോർ ഓൺ ചെയ്ത് കുളിച്ചാൽ അടിപൊളി നല്ല സുഖമായിട്ട് കുളിക്കാം. ഇവിടെ മോട്ടോർ ഓൺ ചെയ്ത് കുളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് വയറ് മാടിക്കൊണ്ടുപോയ മനുഷ്യനാണ്. വയറ് മാടിക്കൊണ്ടുപോയ മനുഷ്യനാണ്. ചുരുക്കി എടുത്തോണ്ട് പോയി സ്വിച്ച് ബോർഡിനകത്ത് വയറ് കുത്തിയിട്ട് ഇരിക്കാഞ്ഞിട്ട് ഈ മനുഷ്യൻ രണ്ടിച്ച് രാണി വെച്ച് കുത്തി ഉറപ്പിച്ചതാ. പിന്നെ പിറ്റേന്ന കാലത്ത് കിഴക്കുറത്തെ കുഞ്ഞുങ്ങൾ വന്നാണ് കുളിപ്പിക്കുന്നത്. പക്ഷെ എന്റെ പൊന്നെ ഇത്രയും ഒരു വിവരമില്ലാത്തൊരു ഫാമിലി ഞാൻ ആദ്യമായിട്ട് കാണണം. കറണ്ട് അടിച്ച് പിന്നെ ഈ മനുഷ്യന് അതാണ് തൊട്ടതൊക്കെ ഭയങ്കര ഞാൻ പേര് കഴിഞ്ഞോട്ടെ. ഈ കുമാരൻ ചേട്ടനായിട്ട് ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചാണെന്ന അമ്പലത്തിൽ വന്നപ്പോ കണ്ടതാണെന്നൊരു അല്ല നാട്ടിലൊരു വർത്തമുണ്ട്. നമ്മള് പറഞ്ഞ നാട്ടിലൊരു വർത്താനം ഉണ്ട്. ചേച്ചിയും കുമാരൻ ചേട്ടൻ സിംഗപ്പൂർ ആയിരുന്നു. സിംഗപ്പൂർ അത് തന്നെയാണ് ചേച്ചിനെ കെട്ടിയപ്പോ ചേച്ചിയുടെ അച്ഛനും പുള്ളിയോട് പറഞ്ഞത്. ലവ്യം പറഞ്ഞില്ലെന്നേ ഉള്ളു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അമ്പലത്തിൽ വെച്ച് കണ്ടത് എങ്ങനെ കണ്ടെന്നു പറഞ്ഞു? കണ്ടെന്ന് പറഞ്ഞെന്നാ ഞങ്ങള് പിന്നെ ശീവേലിക്ക് വരുമ്പോഴാണ് കുമാരൻ ചേട്ടനെ കാണുന്നത്. ശ്രീദേവിക്ക് ശീവേലി എന്ന് പറഞ്ഞാൽ എടാ ആനേനൊക്കെ നിർത്തി മേളക്കാര് കുട്ടിയല്ലേ, മറ്റേ ഉത്സവ പരിപാടി. അങ്ങനെ ശീവേലിക്ക് നിന്നപ്പോഴാണ് കുമാരൻ ചേട്ടനെ ആദ്യം കാണുന്നത്. ഞാനോർത്ത് കുമാരൻ ചേട്ടനാണ് തിടമ്പേറ്റ് നിൽക്കുന്നത്. അത്രക്ക് ഭംഗിയാണ്. 6 അടി പൊക്കവും ഭയങ്കര കടാതടിന്നായിരുന്നു. നല്ല പൊക്കമുണ്ട്. പക്ഷെ ഇതൊന്നും എന്നോട് കാണിക്കല. കിടക്കുറത്ത് അമ്മയുടെ വീട്ടിലായിരുന്നു അഭ്യാസം മുഴുക്ക. എന്റെ പൊന്നെ ഇപ്പൊ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നും. അങ്ങനെ കെട്ടിക്കൊണ്ട് വന്നാണ് എന്നെ കുമാരൻ ചേട്ടൻ. എന്നിട്ട് കണ്ടിട്ട് എന്ത് പറഞ്ഞു കുമാരൻ ചേട്ടൻ? ആദ്യം എന്ത് പറഞ്ഞു? ആദ്യം കണ്ടപ്പോ എന്തായിരുന്നു? കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്റെ കൂടെ പോനാന്ന് ചോദിച്ചു. ആര്? കുമാരൻ ചേട്ടൻ. ഒറ്റടിക്ക് ചോദിച്ചു? ഒറ്റടിക്ക് ചോദിച്ചു. ഞാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കില്ലായിരുന്നു. ഞാൻ ഓടി പറയും പോയി കൂടെ ചെന്ന് എന്ന് പറഞ്ഞെന്നാ പിന്നെ പ്രകാശൻ അന്ന് എന്റെ വയറ്റിലുണ്ട്. അത് ശരി, അങ്ങനെയാണ് കൂടെ ചെന്നത്. അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അലമ്പും മഴക്കൊന്നും ഇല്ല. പിന്നെ വെള്ളം കുടിച്ചെന്നെ ഇച്ചിരി എന്താദ്യം പറയും അതേ ഉള്ളൂ. പിന്നെ കുമാരൻ പാവാട എന്നല്ല പുള്ളി പാവാണെന്ന്. പിന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കുമാരൻ ചേട്ടൻ എന്നും അന്നൊക്കെ പങ്കെടുത്തിട്ടുള്ള മനുഷ്യനാണ് കുമാരൻ ചേട്ടനോ. പിന്നെ വേറെ നുണയൊന്നും പറയണ്ട. ഞങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നമ്മുടെ ക്ലബ്ബുകാരൊക്കെ വിളിച്ച് ആദരിക്കണമല്ലാണ്ട് കുമാരൻ ചേട്ടൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാര്യമൊന്നും നമ്മുടെ പറഞ്ഞിട്ടില്ലായിരുന്നു. നിനക്കറിയാമനായിട്ട് അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ കുമാരൻ ചേട്ടനെ അന്നത്തെ നിക്കറിട്ട പോലീസുകാരി വാള പോലത്തെ നിക്കറും ഊർത്ത തൊപ്പിയൊക്കെ വെച്ചതാണ് പോലീസുകാരി. കപ്പ പോലീസ് എവിടെ വെച്ച് കണ്ടാൽ ഈ മനുഷ്യനെ ഓടിച്ചിട്ട് തല്ലുമായിരുന്നു. കണ്ടരുവാൻ തല്ലി മേടിച്ചാൽ ഈ മനുഷ്യൻ്റെ അക്ഷരം മിണ്ടിയാൽ. അത്രക്ക് ധൈര്യമുള്ള ഒരാളാണ് നമ്മുടെ കുമാരൻ ചേട്ടൻ. അത് കമാന്ന് മിണ്ടിയില്ലല്ലോ അവരെടുത്ത് എന്നാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷെ ഇതിന്റെ വായി ചകിരിന്റെ ഓർത്തും കൂടെ ചുരുട്ടി വെച്ചാണ് ഇടിയും മുഴുവൻ ഇടിച്ചു കൂട്ടണത്. എങ്ങനെ നിലവിളിക്കാനാണ്? കണ്ണിന്ന് കണ്ണുനീര് വീടിനെ കാണുമ്പോൾ അറിയാം കുത്തിയിട്ട് നിലവിളിക്കണമെന്ന് ഭാവം. അത് കഴിഞ്ഞ് കണ്ണൂരാണ് കാസർഗോട്ടാണ് എങ്ങാണ്ട് തെരഞ്ഞാത്ത് കൊണ്ടുവന്ന് മലത്തിൽ കിടത്തിക്കൊണ്ട് ഈ പോലീസുകാരെല്ലാം കൂടെ നെഞ്ചത്തിന്റെ ചവിട്ടിയെ ഓരോ ചവിട്ട് കിട്ടുമ്പോഴും പറഞ്ഞിട്ട് പറഞ്ഞാണ് എനിക്ക് ഇരിക്കാൻ. അത്രക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം. അത്ര ധൈര്യം ഇത്രയും ചവിട്ട് കൊണ്ടിട്ടും കുമാരൻ ചേട്ടൻ ഒരു കമാലെ അത്രയും ചിരിച്ചു നിന്ന് കുമാരൻ ചേട്ടൻ. ധൈര്യം കൊണ്ടല്ല, പിന്നെ അന്ന് നിക്കരട്ട പോലീസുകാരല്ലേ ഇവര് കാര്യം പൊക്കിയപ്പോ ഏതാണ്ട് കണ്ടത് അങ്ങനെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വീട്ടിലുള്ളവരെക്കാളും നല്ലതാണ് അതിലും തരത്തിലുള്ള ആൾക്കാർക്ക്. കാരണം എന്ത് പറഞ്ഞാൽ എൻ്റെ അനുഭവം ഇത്ര കാലത്തെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞെന്നാ വീട്ടിലുള്ളവരുടെ മൂക്കും മുഞ്ഞും കാണണ്ടേ അതുപോലെയല്ല അതിൻ്റെ തരത്തിലുള്ളത്. കിഴക്ക് പുറത്ത പെങ്കൊച്ചിനെ ഇവിടെ കെട്ടിക്കൊണ്ടുവന്നാണ്. അത് മറ്റേ ഇവിടുന്നുള്ള പെങ്കൊച്ചി മറ്റേ കൊല്ലത്ത് എനിക്കറിയാം. ഞാൻ കല്യാണത്തിനുണ്ടായിരുന്നല്ലേ. ഇപ്പൊ ഞങ്ങളുടെ കിഴക്ക് പുറത്ത് ആണ് ഈ പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വന്നാണ് വെള്ളം കോരാനത് ഈ കൊച്ചി. വയൽവക്കാരാകുമ്പോ അങ്ങനെ വെള്ളം കോരാനൊക്കെ നമ്മൾ ഒരു വീട്ടിൽ വരും സഹായിക്കും. അപ്പൊ വെള്ളം കോരാൻ വന്നപ്പോ ഞാൻ ചോദിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസമായില്ല. കല്യാണം കഴിഞ്ഞ 6 മാസമായി. വിദേശത്തൊന്നും പോയില്ല. വിദേശത്ത് പോണ കാര്യമാണ്. വിശേഷമൊന്നും ആയില്ലെന്ന് അതായത് ഇത് നീ എന്നെ എവിടെ കൊണ്ടാണ് കേൾക്കണം? അല്ല കേൾക്കണം നോക്കി ഈ നാക്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ തിരിയണ്ടേ? അത് കല്യാണം കഴിഞ്ഞ 6-7 മാസമായില്ലേ വിശേഷമൊന്നും ആയില്ലെന്ന് ചോദിച്ചിട്ട് ഈ കുഞ്ഞ് എന്നോട് പറഞ്ഞ് മൂത്തമ്മേ വിശേഷമായിട്ടിരിക്കുകയാണ്. വിശേഷമായ കാര്യം ചേട്ടൻ മുന്നപ്പോ ഇങ്ങനെ പറഞ്ഞു വിശേഷമായിട്ടിരിക്കുകയാണ്. അന്നേരം ഈ കൊച്ചിനെ വട്ടം പൊക്കിയെടുത്ത് കോരിയെടുത്ത് കറക്കിയായിരുന്നു ഈ പെണ്ണിനാ. അത് അതിനകത്ത് ഒരു അതിശയമൊന്നുമില്ലെന്ന് അറിയാമോ. എന്റെ ഭാര്യയും ഈ പറഞ്ഞ പോലെ വിശേഷമായെന്ന് പറഞ്ഞപ്പോ
നമ്മൾ വട്ടം കോരി എടുത്ത് കറക്കും, നമ്മൾ ഉമ്മ കൊടുക്കും, നമ്മൾ ചിലപ്പോ ഫ്രൂട്ട്സ് കാര്യങ്ങള് സ്നേഹബന്ധാണ്. ഭാര്യ പൊക്കി എടുത്ത് കറക്കി വെച്ച് പറഞ്ഞത് ആപ്പിള് കുറഞ്ഞ് മുന്തിരിയൊക്കെ കൊടുത്ത് പറഞ്ഞ ഇനി വെള്ളക്കോലന്ന് ഇലക്കാരും പിടിക്കാനൊന്നും പോകണ്ട, അതിവിടെ അമ്മ ചേട്ടനെ ആരെങ്കിലും ചെയ്തോളൂ എന്ന് അമ്മ എന്നോട് പറയും. അപ്പൊ ഇവര് കാണാതെയാണ് ഞാൻ വെള്ളം കോരാൻ ഞാൻ ദൈവമേ ഞാനെന്നാലും എന്റെ കാര്യം ഓർത്ത് നാണം തന്നെ എന്താണ് മൊത്തം മുഖത്തിന് നാണം, പ്രേക്ഷകരൊക്കെ കണ്ടിരിക്കുന്ന നാണം വരുന്നുണ്ട്. എന്താണ് അത് നമ്മുടെ പ്രേക്ഷകര് അമ്മയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകര് വെയിറ്റ് ചെയ്യണം. ധൈര്യമായിട്ട് പറഞ്ഞു, ഒറ്റ അടിയാൻ തന്നെ ധൈര്യമായിട്ട് പറഞ്ഞു അത് പറ കേക്കട്ടെ. ഞാനിതുപോലെ വിശേഷമായിട്ടുള്ള സമയം അന്നൊരു മിനിമം കർക്കിടക മാസം, മിനിമം അല്ല മിഥുനം കർക്കിടക മാസം അന്ന് ഒരു വ്യാഴാഴ്ച ദിവസമാണ്. ഞാനിങ്ങനെ ഒരു വിശേഷം ഇങ്ങനെ ആയി അടങ്ങി കഴിഞ്ഞ് കുമാരൻ ചേട്ടനെ ഇടന്ന് പറയണം, വിശേഷമായെന്നുള്ളത് പറയണം. അപ്പൊ നോക്കട്ടെ അത് എടുത്ത് കണ്ണു നട്ടെന്ന് പറഞ്ഞ പോലെ അല്ലടാ എടാ ഞാൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കണം. വന്നത് കാണാനായിട്ട് വാദിക്കാൻ നോക്കിയിരിക്കണം. ഇപ്പൊ കുമാരൻ ചേട്ടൻ ദൂരത്തിൽ നിന്ന് തന്നെ വന്ന് കയ്യും 5:30 മണിയായിട്ടുണ്ട്, കയ്യും കാലും കഴിഞ്ഞ് അകത്താട്ട് കയറിയേ ഞാൻ ഓടിച്ചെന്ന് സട്ടിന്റെ കോളതെ കുത്തിനി പിടിച്ച് അടുക്കളയിലാട്ട് കൊണ്ടുവന്നു. അന്നേരം ചോദിക്കുന്ന അടുക്കളയെ കൊണ്ട് ഞെക്കിക്കൊല്ലാൻ കൊണ്ടുപോയാണ്. ഇങ്ങനെയാണ് ഒരു ഭാര്യ വിശേഷമാകുമ്പോ പറയാൻ ചെല്ലുമ്പോ പറയണേ. ഞാനത് കഴിഞ്ഞ് അതല്ല കുമാരൻ ചേട്ടാന്ന് പറഞ്ഞ് പിടിച്ചു പഠിച്ച് അടുത്ത മുറിക്കകത്ത് കൊണ്ടുവന്നു. വേറെ മുറിക്കകത്ത് കൊണ്ടുവന്ന് പറഞ്ഞു കേട്ട് വന്നാൽ അതെല്ലാം വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം ചോദിക്കുന്ന ബ്ലേഡുകാരൻ എണ്ണാച്ചി ഒന്നിച്ചും പോയാണ്. എന്റെ പൊന്നു കുഞ്ഞാ എനിക്ക് പിന്നെ ഒന്ന് പറഞ്ഞില്ലാത്ത എന്റെ ഏറ്റും പിന്നെ കൂട്ടത്തിലുള്ളതാണ്. ഞാൻ പറഞ്ഞു അതല്ല കുമാരൻ ചേട്ടാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചും ചെവിയോട് ഇങ്ങനെ വലിച്ചു പിടിച്ചും അടക്കത്തിൽ പറഞ്ഞ് കുമാരൻ ചേട്ടൻ അച്ഛനാവാൻ പോകുകയാണ്, എനിക്ക് ഇങ്ങനെ വില വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. എടാ ഇത് കേട്ട വാതി കേൾക്കാത്ത വാതി ഇതുപോലെ തന്നെ വട്ടം പൊക്കി എടുത്ത് കോരിയെടുത്ത് കറക്കേച്ചും കിഴക്കെ പറമ്പിലോട്ട് ഒറ്റയേറി. അതെന്ത് പരിപാടി? അതൊന്നും നടക്കണം, നുണ പറയരുത്. ഇപ്പൊ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവര് വട്ടം പൊക്കി എടുത്തിട്ട് കിഴക്കെ പറമ്പിലേക്ക് കൊണ്ട് എറിയേണ്ട കാര്യം എന്താ? എടാ ഞാൻ കല്യാണം കഴിഞ്ഞ് 3 കാര്യം പറഞ്ഞത്. ദൈവമേ ഇത് അത് കുമാരൻ ചേട്ടൻ അതല്ലേ ചെയ്യില്ല, ഞാനാണ് വെട്ടിക്കീറി നിങ്ങളെ കൊന്നേനെ നിങ്ങളെയൊക്കെ. അങ്ങനെ ഒരു കുഴപ്പം പറ്റിയായിരുന്നു. എന്നിട്ട് മക്കൾ എത്ര പേരുണ്ട് ഇപ്പൊ? മക്കളിപ്പോ മൊത്തം 4 പേര്. കുമാരൻ ചേട്ടൻ്റെ 2 എൻ്റെ 2 അല്ല മൊത്തത്തിൽ 4 പിള്ളേര് കുമാരൻ ചേട്ടൻ്റെ മൊത്തം തെറ്റിക്കിന്നി. ഇപ്പൊ വഴിതെറ്റി നടക്കാനല്ല. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഇവരൊക്കെ നാട്ടിലുണ്ടോ ഇപ്പൊ? മക്കളും പിന്നെ മൂത്തവൻ വെള്ളം കുടിയാണ് അലമ്പനാണ്. അയ്യോ. പിന്നെ 2 പെണ്ണും 2 ആണുമാണ്. 2 പെൺപിള്ളേരെയും പിന്നെ ദൈവാധീനം കൊണ്ട് ഒരു വീട്ടിൽ തന്നെ അയക്കും. അത് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഒരു വീട്ടിലേക്ക് 2 പെൺപിള്ളേർ അയക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാമല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ എന്തിനാണ് 2 കുടുംബം തകർക്കണത്? ഒരെണ്ണം നശിപ്പിച്ചാൽ മതി, ഒരു വീടല്ലേ പോകുള്ളൂ. ആമക്കൾ എന്തുണ്ട്? ആമക്കള് ഒരുത്തൻ പിന്നെ കഴിഞ്ഞ ദിവസം വെള്ളം കുടിച്ച് ആത്മഹത്യ എന്നും പറഞ്ഞാൽ ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി. അതൊന്നും അറിഞ്ഞില്ലായിരുന്ന? ഇത് നാട്ടിൽ പറയണ കേട്ടു, പക്ഷെ നമ്മൾ വിശ്വസിച്ചില്ല. എന്ത് സംഭവം? മരിക്കാനുള്ള കാര്യം എന്താ? അവന് ഈ കിഴക്കുറത്തെ പെണ്ണുമായിട്ട് എന്തോ പ്രണയം ഉണ്ടായിരുന്നു. പ്രണയമൊക്കെ ഒരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ ചാകാൻ പറ്റുമോ? ഞാൻ തിരക്കിയപ്പോ നല്ല പെണ്ണൊന്നും അല്ല ഈ പെങ്കൊച്ചി, മോശം. അങ്ങനെ അമ്മ എനിക്ക് ഈ പെണ്ണിനെ കെട്ടിക്കുന്നു. ഞാൻ പറഞ്ഞു ശരിയാകേല. എന്ത് കണ്ടിട്ട് ഇവൻ പ്രണയിച്ചെന്ന് എനിക്കറിയാൻ പറ്റും. അതൊന്നും പറയാൻ പറ്റില്ല. പ്രണയം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സൗന്ദര്യത്തിലല്ല, മനസ്സിലാണ് പ്രണയം ഉണ്ടാകുന്നത്. ഇവൻ എന്നിട്ട് കെട്ടിച്ചു കൊടുക്കാഞ്ഞിട്ട് ആത്മഹത്യ എന്നും പറഞ്ഞാണ്ട് ഇവിടെ കിടന്ന കയറെടുത്തണ്ട് മരത്തിന്റെ തുഞ്ചത്ത് കയറി. അയ്യോ, തുഞ്ചത്ത് കയറി പെടലിക്ക് കുരുക്കിട്ടേക്ക് കൊടുത്ത് ചാടി. മരിച്ചാ? എവിടെ മരിച്ചാ? ഇവന് വെപ്രളത്തിന് മരത്തെ കയറി കിട്ടാൻ മറന്നുപോയി. നല്ല ഫാമിലി കറക്റ്റാണ്. അപ്പൊ രണ്ടാമത്തെ മകന പിന്നെ കാലൊക്കെ ഒടിഞ്ഞ് പിന്നെ വശപ്പശകായിരുന്നു. കെട്ടിച്ചു കൊടുത്തു മതി. പെണ്ണെ തന്നെ ഇവനിങ്ങനെയൊക്കെ വേണ്ട ഇനം കാണിച്ചു കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കാൻ നല്ല ജീവിതം ഉണ്ടായിരുന്നു. കെട്ടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ പത്തരവാട്ടി തങ്കാണ് പൊന്നാണെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്. എന്താ പത്തരമാട്ടി തങ്കവും പൊന്നും അല്ലേ? തങ്കായത് കൊണ്ടാണ് അടുത്തടുത്ത പിള്ളേർ ഉരച്ചു നോക്കി വെച്ചിട്ട് തന്നു വിട്ടത്. എന്റെ പൊന്നെ, അങ്ങനെ ഒന്നും ഒരു കുടുംബത്തെ പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല കേട്ടാ. ഇതെങ്ങനെ പറയണമെന്ന്. വേറെ മറ്റേ രണ്ടാമത്തെ മകനെന്ത്? മറ്റവനെ കെട്ടിച്ചു കൊടുത്ത അവൻ പിന്നെ ഒരു പോഴനാണ്. അവനൊരു പാവം. അവനൊരു പഠിച്ചതല്ലേ? അവനൊരു പാവത്തനാണ്, ഒരു പോഴനാണ്. അവൻ ഈ പറഞ്ഞ പോലെ പെണ്ണ് കെട്ടിച്ചു കൊടുത്ത് കെട്ടി പിന്നെ മണ്ടകൊട്ടിന്ന് ഇറങ്ങിയേ. മണ്ടകൊട്ടിന്ന് ഇറങ്ങിയാണ് ഇവൻ താഴെയും കെട്ടി ആ പെണ്ണോട്ട് ഇറങ്ങിയേ. ഈ ദൈവമേ എന്റെ സൂര്യഭഗവാനെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോ പേടിയാ. സൂര്യഭഗവാൻ ഈ പെണ്ണ് പിന്നെ പെട്ടെന്ന് ഹോട്ടലുണ്ടായി. എന്റെ പൊന്നെ, കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിന് ഇറങ്ങിയ പെണ്ണ് കിടന്നുണ്ട് നിലത്ത് കിടന്ന് കാണിക്കാത്ത അഭ്യാസം ഒന്നുമില്ല. എന്ത് ചെയ്തു? എന്റെ മടിക്ക് നമ്മുടെ വില താക്കോൽ ഇരിക്കുകയല്ലേ, മടിക്കുത്തിന്ന് കൊണ്ടുവന്ന് ഈ പെൺകൊച്ചിന്റെ കയ്യിലായിട്ട് കൊടുക്കുകയും എല്ലാം നിന്ന്. ഹോട്ടൽ മാറി. ഹോട്ടൽ മാത്രമല്ല മൊത്തത്തിൽ നിന്ന്.
നമ്മുടെ വിരയുടെ താക്കോൽ അവളുടെ കയ്യിലായില്ല. അത് താക്കോൽ മേടിക്കാനായിരുന്നു അവള് കിടന്ന് ഉരുണ്ട് പറഞ്ഞത്. അത് ശരി, വല്ല കാര്യമുണ്ടോ ആലോചിക്കാണ്ട് ഇതൊക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഇവിടെ സർവനാശം വരുത്തി വെക്കാനായിട്ട് ഉണ്ടായ സമാനങ്ങളാണ്. അങ്ങനെയൊന്നും പറയില്ല. ഇപ്പത്തെ പ്രേക്ഷകര് കാണുന്നുണ്ട് ഈ ഫാമിലിയെ കുറിച്ച്. പ്രേക്ഷകരുടെ വീട്ടിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവരുടെ വീട്ടിലൊന്നും ഇത്രയും പ്രശ്നങ്ങളില്ല. അവരിങ്ങനെ ബോധമില്ലാത്ത ആളല്ല അവര്. പിന്നെ ഇത് കുമാരൻചേട്ടന്റെ കേസ് പറഞ്ഞില്ല. കുമാരൻചേട്ടൻ ഈ വേറെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ കുമാരൻചേട്ടനെ കുറിച്ചിട്ട്? ഓർത്തെന്നാ കിടന്നുറങ്ങിയല്ല, അതാണ് സ്വഭാവം കുമാരൻചേട്ടൻ. ഭയങ്കര ഇതാണ്. പിന്നെ അല്ല, മറ്റേ അയൽപക്കത്തൊരു ചേച്ചിയായിട്ട് കുമാരൻചേട്ടന് പണ്ടൊരു പൗരുഷമൊക്കെ നല്ല, പിന്നെ ഭയങ്കര അഭ്യാസിയായിരുന്നടാ കുമാരൻചേട്ടൻ. പിന്നെ കാണാൻ മിടുക്കനായിരുന്നു, വെളുത്ത് തുന്തനായിരുന്നു കുമാരൻചേട്ടൻ. പിന്നെ നല്ല അഭ്യാസിയായിരുന്നു. പക്ഷെ ഇതൊന്നും എൻ്റെ അടുക്കെ കാണിക്കല്ല, കിടപ്പുറത്ത് അമ്മയുടെ വീട്ടിലായിരുന്നു അഭ്യാസം. എന്റെ പൊന്നെ, ഇതൊക്കെയാണ് ഈ ഇത് കുഴപ്പം. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേണ്ട വേണ്ട, തൊട്ടും പിടിച്ചുള്ള കളി വേണ്ട. അയ്യേ, എന്റെ അമ്മൂമ്മയുടെ പ്രായമുണ്ട്. നമ്മൾ ആ ഒരു പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക. നമ്മളാ സ്നേഹത്തിന് പ്രായമുള്ളവരാണ് പിന്നെ ഇളക്ക കൂടുതൽ. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ പിടിച്ചോന്നുമല്ല. ഞാൻ നല്ല കാര്യം പഠിക്കാൻ ദൂരെ നിന്ന് സംസാരിക്കാൻ മതി. പിന്നെ നമ്മുടെ മറ്റേ ഇത് കിട്ടിയ കേസൊക്കെ എന്തായി? നമ്മുടെ എന്തോ മറ്റേ ഇതിനു വേണ്ടി ഗവൺമെന്റിന്റെ അപേക്ഷ മറ്റേ റേഷനരിയോ സൗജന്യമായിട്ട് കിട്ടാൻ വേണ്ടി മറ്റേ അവിടെ പോയത്. ഇവിടെ പഞ്ചായത്തിന് മെമ്പർ വന്നു. മെമ്പർ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, മെമ്പറെ നമുക്കൊരു കക്കൂസില്ല. അത് മെമ്പർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക അല്ലേ? പിന്നെ മെമ്പർ ഒന്ന് അവർക്ക് കക്കൂസ് പോലും അവർക്കില്ല. മെമ്പർ ഒന്ന് ചിന്തിച്ച് അവരെ ഒന്ന് സഹായിക്കുക അവരെ അല്ലേ? പിന്നെ ഈ കുമാരൻചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഇവിടെ നോക്കാനും പിടിക്കാനും ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മെമ്പറെ കക്കൂസില്ല. കേൾക്കുന്നില്ല. കക്കൂസില്ലെന്ന്. ഇതിനേക്കാളും വലിയ കക്കൂസ് എന്താ? ഈ വാതന കക്കൂസാണല്ലോ. അവിടെ വേണ്ട പറഞ്ഞാലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കക്കൂസില്ല. അപ്പൊ പറഞ്ഞു, ചേച്ചി നമുക്ക് ശരിപ്പെടുത്താം. ഞാനത് നമുക്ക് 5 പേർക്കാ പറ്റി ഉണ്ടെന്ന്. ഞങ്ങൾക്ക് 5 പേർക്ക് കക്കൂസ്. വീട്ടിലുള്ള 5 പേർക്ക് അല്ലെന്ന്, വാർഡില്. നിങ്ങളുടെ വാർഡിൽ 5 പേർക്ക് 5-ൽ ഒരാളാണ് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കൂടെ മാനമൊക്കെ വെട്ടിയിട്ട്. എടോ വാനം വെട്ടുവന്ന് നമ്മൾ ഇത് പണിയാൻ ഇതൊക്കെ വെട്ടിയിട്ട് അതിന്റെ വിറ്റയാഴ്ച വന്നിട്ടും പറയണു, ഭവാൻ ചേച്ചിക്ക് ഇത്തവണ കക്കൂസ് ഇല്ല, കോഴിയെ വെള്ളന്ന്. ഞാൻ ചേച്ചി കക്കൂസിൽ പോകുമ്പോ കോഴിയുടെ വയറ്റ് പോവുകയാണ്. എന്റെ ദൈവമേ, മെമ്പർ ഇത് വിചാരിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു ഇത് കൊടുക്കണം അല്ലേ? ആ വീട്ടിൽ തന്നെ ഈ മക്കൾ ഉൾപ്പെടെ ഇവര് 6-7 കോഴിയുണ്ട്. പിന്നെ വേറെ എന്തിനാണ് പുറത്തുനിന്ന് പറയാനുള്ളത്? അങ്ങനെയല്ല, ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞ പോയതല്ലേ. അപ്പൊ പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക, മെമ്പർ ശ്രദ്ധിക്കുക. അത്യാവശ്യമായിട്ട് അല്ലേ ഇത് കോഴി നമുക്ക് വേണമെങ്കിൽ പിന്നെ നിന്റെ ഫോണെ ലൈഫിന് പോയാലോ? ലൈഫിന് പോകാം നിന്റെ ഫോണെ. ലൈഫിന് കണ്ടു പറയുമല്ലോ. ലൈവില് പോകും. പറയാം, ഇന്നലെ കുമാരേട്ടൻ മരിച്ചിട്ട് കക്കൂസിൽ പോകാൻ പറ്റി. അത് ലൈഫിൽ പോകേണ്ടത്. ഇപ്പൊ പ്രേക്ഷകരുണ്ട്, അവരോട് സങ്കടം വിഷമിച്ച് കരഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഒന്നാമത്തെ കേസ് എനിക്ക് പ്രായമുള്ള സമ്മതിക്കോ പിന്നെ ചവിട്ടി കയറിയ എനിക്ക് സങ്കടം വരും. എനിക്ക് പ്രേക്ഷകരോട് പറഞ്ഞു, എല്ലാരും കാണണ്ട, അവരുടെ അടുത്ത് പറഞ്ഞു, സങ്കടമൊക്കെ പറഞ്ഞു, വഴി ഉണ്ടാക്കി തരും. പിന്നെ എന്റെ ഇവിടുത്തെ മെമ്പർ കാണണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കക്കൂസ് എത്രയും പെട്ടെന്ന് അനുവദിക്കണം. അനുവദിക്കണ്ട. ഫോർമാറ്റ് വേണ്ടേ? ഫോർമാറ്റ് എന്തിനാണ് കക്കൂസ് അനുവദിക്കണതിന്? ഫോർമാറ്റ് റേഷൻ കാർഡിന്റെ കോപ്പിയും ആധാറിന്റെ കോപ്പിയും മതിയാ? റേഷൻ കാർഡിന്റെ കോപ്പിയും ആധാറിന്റെ കോപ്പിയും പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. അപ്പൊ അത് പിന്നെ ഈ മെമ്പറുടെ മുമ്പാകെ സമർപ്പിച്ചോളാം. വീട്ടില് ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ കക്കൂസ് കിട്ടാൻ എളുപ്പമുള്ള കാര്യം ഞാൻ പറയാം. വീട്ടിൽ നിങ്ങൾ എത്ര പേരുണ്ട്? 4 മക്കളും 2 പശുവികളെ കൊണ്ടുവന്നത്. 2 ഇവിടെ ഉണ്ട്. വീട്ടിലുണ്ടായിരുന്നു 4 കൊന്ന് എന്നെ കൂടെ കൂട്ടി 5 5 പേരുണ്ടല്ലോ. മെമ്പറോട് ഇപ്പൊ പറയണം 5 പേരുള്ള വീടാന്ന് പറയണ്ട, ഒരു 1-2 പേരുണ്ടെന്ന് പറഞ്ഞാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ കക്കൂസ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. ഗവൺമെന്റ് അതൊക്കെ ഭയങ്കര വിഷയമുള്ള കേസാണ്. അപ്പൊ ഒരു കാര്യം ചെയ്താൽ പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു. മെമ്പർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പറഞ്ഞു എന്താണ് വേണ്ടത്, എന്തൊക്കെ ആനുകൂല്യം വേണം? ഒരു കക്കൂസ് മാത്രം മതി. കക്കൂസ് മാത്രം മതി. അപ്പൊ അരിയൊന്നും വേണ്ട? വൈറ്റിട്ട് വല്ലതും പോയിട്ടില്ല കക്കൂസ് പോകാൻ പറ്റുള്ളൂ. എന്നാ റേഷൻ കാർഡ് കൂടെ ശരിയാക്കി തന്നെ. ഇത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാണ്ട് റേഷൻ കാർഡ് കൂടെ ശരിയാക്കിക്കോ കാണുന്നുണ്ടെങ്കിൽ. ഞാൻ വേറെ കാര്യം പറയട്ടെ. പണ്ട് ഒരു കേട്ടതാണ് നമ്മുടെ നാട്ടില്, സംഭവം സത്യമാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശ്രീധരൻ ചേട്ടനുമായിട്ട് ചെറിയൊരു അത് കുമാരൻചേട്ടനെ കാണുന്നതിന് മുന്നേ പിന്നെ അതെങ്ങനെയായിരുന്നു? അത് എന്തോ നിങ്ങൾ പറ്റി ഇവിടെ വിട്ട് പോയെന്നാ, ടൂറ് പോയെന്നാ? അത് ഈ പണ്ടേ എന്നെ വന്ന് ഇങ്ങനെ കരുതിയാണ് അറിയിച്ചതാണ്. എന്നെ ക്രിക്കറ്റ് കുത്താൻ പോലെ ഇങ്ങനെ വന്ന കടിച്ച എന്റെ കിറി അങ്ങനെയാണെന്ന് അങ്ങനെ വന്ന് കണ്ടതാണ്. കണ്ട് ഇഷ്ടമൊക്കെ ഇട്ട് സ്ത്രീധനത്തൊക്കെ ചേരാത്തതുകൊണ്ട് ഇവിടെ മനസ്സിലായി ഒന്നും ഇല്ലായിരുന്നെന്ന് ഇവിടെ. ഇല്ലാത്ത കൊണ്ട് വേണ വേണ്ട എന്ന് പറഞ്ഞ് തട്ടിത്തെറിച്ച് പോയി. ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട,
ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഈ പെണ്ണിനെ മാത്രം മതി എന്നും പറഞ്ഞ അവര് വന്നതല്ല ഞാൻ അന്ന് കാണാൻ മേടിക്കായിരുന്നല്ലോ. ആണല്ലേ? അന്ന് കൊണ്ടുപോയിട്ട് പിന്നെ അന്ന് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമര കാലഘട്ടമാണ് അന്നും. അന്ന് എന്നെ വയലാറ് പാടത്തിനാണ് കൊണ്ടുവന്നത്. വയലാറ് പാടം അവിടെയാണ്. ഞാൻ അവിടെ അമ്മ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന വഴി ഈ കുമാരചേട്ടന് പട്ടാളക്കാരെ കണ്ടിട്ട് ഓടി. കുമാരചേട്ടനെ മുന്നേ ഓടി അന്ന് ഈ നമ്മുടെ കുമാരചേട്ടനാണ് എന്നെ കൊണ്ടുവന്നത് വീട്ടിലേക്ക്. ചേട്ടൻ ഓടി. കുമാരചേട്ടൻ പറഞ്ഞു എന്നാ അവൻ വരുന്ന വഴി നീ വീട്ടിൽ താമസിക്കാം. ഒറ്റക്ക് നിൽക്കണ്ടല്ലോ, ഒരു സാധാരണ ഒരു പെൺകുട്ടി ആകുമ്പോൾ ഒറ്റക്ക് നിൽക്കേണ്ട കാര്യമില്ല. നമ്മളൊരു സുരക്ഷിതത്വം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നീട്ടി നിൽക്കാം. കൊണ്ടുവന്നു. അപ്പൊ എന്നിട്ട് ഞാൻ അപ്പാട് പേടിച്ച് പറിച്ച്, അന്ന് കൊച്ചു പ്രായമല്ലേടാ, പേടിച്ച് പറിച്ചിരിക്കും. അപ്പൊ പറിച്ചിട്ട് അവൻ വരുമ്പോ നിന്നെ അവന്റെ കൂടെ വിടാ, നീ ഇന്ന് ഇവിടെ തങ്ങാൻ പറയും. അങ്ങനെ 1 ദിവസമായി, 2 ദിവസമായി, 3 മാസമായി. മൂത്ത ചെറുക്കനെ പ്രസവിച്ച് 2 വയസ്സുള്ളപ്പോഴാണ് പിന്നെ ശ്രീധരൻ വന്നത്. അപ്പൊ അത്രയും സംഭവം ശരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതം മാറി പറഞ്ഞത്. പിന്നെ ഞാൻ ഈ കഴിഞ്ഞിടക്ക് ഞാൻ എവിടെയാണെന്നറിയില്ല, സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഒരു പരിപാടിയിൽ എന്തോ പങ്കെടുക്കാൻ പോയില്ലേ, എന്തോ ഒരു പരിപാടി പങ്കെടുത്ത് എന്തോ ഒരു സമ്മാനം കിട്ടി, പിന്നെ നല്ല അഭിനയത്തിനുള്ള ഇത് കിട്ടി. അത് സിനിമ ഡയലോഗ് പറഞ്ഞപ്പോ അതെ അത് ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാമോ? ആ സിനിമ ഡയലോഗ് എന്തെങ്കിലും ഒരു അത് പാട്ട് പാടുക ഡയലോഗ് പറ, എന്തോ ചെയ്ത്. അന്ന് ഡാൻസ് ആയിരുന്നു ആദ്യം ചെയ്തത്. ഡാൻസ് ആയിരുന്നു. ഡാൻസ് ആയിരുന്നു. നമ്മളത് മറന്നു പോട്ടെ, ഡാൻസ് ആയിരുന്നു. ഇപ്പൊ ഡാൻസ് ഇവിടെ കളിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. മറ്റേ പാട്ടിട്ട് ചെയ്യുന്ന കളിക്കായിരുന്നു. ഏത് പാട്ട്? മറ്റേ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ. ഏത് പാട്ടാണ്? പിന്നെ കുഴലുമന്തി എന്നാണ്. കുഴലുമന്തി പിന്നെ പൂത്തുമ്പി പുന്നാരെ കുരുമന്തി വാ. അത് തന്നെ. അതൊക്കെ പാട്ടിടണല്ല, ഒരു 2 വരി ഡയലോഗ് ഒന്ന് പറഞ്ഞേ, പ്രേക്ഷകര് കേൾക്കട്ടെ, അമ്മയുടെ കഴിവുകൾ അറിയട്ടെ. പൂത്തുമ്പി പൊന്നാരെ കുഴലുമന്തി വാ, പൂത്തുമ്പി പൊന്നാരെ കുഴലുമന്തി. അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ എടുത്ത് പൊക്കി കറക്കി. പിന്നെ സൂപ്പറായിരുന്നു എന്ന് പറയും. കറക്കി വെച്ച് ഒരു തലത്തിട്ട് ചവിട്ടുകയായിരുന്നു. ഇതാണ് കുഴപ്പം. ഈ പരിപാടി അതെ, ഈ പരിപാടി കാണാൻ മതിയല്ലല്ലോ, പരിപാടി കാണിക്കണമെന്ന് തല്ലണമാണല്ലോ ഇഷ്ടം. പിന്നെ വേറെ സംഭവം ഞാൻ കണ്ടു, വൈറലായിട്ടുള്ള എപ്പിസോഡ് ആൾക്കാർ കാണിക്കണമെന്ന് പറഞ്ഞു. ആരുടെ വയറ്റിലായി? അല്ല, വൈറലേ, അതായത് ജനങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളിലേക്ക് വരേണ്ട സംഭവം ഉണ്ടല്ലോ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അത് പറഞ്ഞാൽ മറ്റേ ഇതിലെ സീൻ അഭിനയിച്ച് കാണിച്ചില്ലേ, ഏതാണ് നമ്മുടെ നാഗവല്ലി. അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു 1 കോടി ആൾക്കാരാണത് അമ്മയുടെ ആ വീഡിയോ ഷെയർ ചെയ്തത്. അന്ന് സത്യത്തിൽ മറ്റേ മോഹൻലാലിൻ്റെ കൂടെ വന്നെത്തുന്നില്ലേ, ശോഭനയല്ല, ശോഭനയായിട്ട് ഞാനാണ് ചെയ്യണത്. എന്നായിരുന്നു സത്യത്തിൽ ഈ സിനിമക്കകത്ത് വിളിക്കേണ്ടിയിരുന്നത്. പിന്നെ പിന്നെ അതെന്തോ തെറ്റിത്തിരിഞ്ഞു പോയതാണ്. നന്നായി ആ പടം അതുകൊണ്ട് ഓടി, അല്ലെന്നുണ്ടെങ്കിൽ പടം വലിച്ചു കീറിയ. എന്റെ ആ കണ്ണുപിടി കണ്ടു കഴിഞ്ഞാൽ അന്ന് കുമാരൻ ഓടുമായിരുന്നു, ശോഭന വിളിക്കട്ടെ അങ്ങാപ്പറായിരുന്നു. അപ്പൊ ആ ഡയലോഗ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആ ഡയലോഗ് ഒന്ന് ഇതാക്കാം. ഞാൻ വേണമെങ്കിൽ സുരേഷ് ഗോപി ആവാം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യം അല്ല, ഞാൻ വേണേ ആവാം. എന്നാ ഗംഗ പോണ്ടെന്ന് പറയാം. അപ്പൊ ഒന്ന് ആ അഭിനയത്തിന്റെ കണ്ണിന്റെ സംഭവം ഒന്ന് കാണിക്കണം കേട്ടോ. ശോഭനനെ ഞെട്ടിക്കണം. ഞാൻ കണ്ടിട്ടുമ്പോ നീ പേടിക്കരുത്. എങ്ങനെ? ഈ രൂപം കണ്ടിട്ട് തന്നെ പേടിയാവണം, പിന്നെ കണ്ടിട്ടുമ്പോ എന്തിനാ പേടിക്കണേ? ഓക്കെ, പറയാൻ പോണ്. ഓക്കെ അല്ല, അന്ന് ഇത് കൈ കൊടുത്തിട്ട് തമ്പ് കൊടുത്തിട്ട് ഓക്കെ. അപ്പൊ ശരിക്കും ഓക്കെ പറയട്ടെ, ഗംഗ ഇപ്പൊ പോണ്ട. ഗംഗ ഇപ്പൊ പോകണ്ട. അല്ലിക്ക് ആഭരണം എടുക്കാൻ ഗംഗ പോകണ്ട. പോണില്ല. അല്ല, അങ്ങനെയല്ല ഡയലോഗ്. നീ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു ഡയലോഗാണെന്ന് പറയണ്ട. ഗംഗ പോണ്ടെന്ന് പറയുമ്പോ പോണം, എന്നെ വിടമാട്ടെ ഇന്നേക്ക് ദുർഗാഷ്ടമി അയോഗ്യ നായേ എന്നും പറഞ്ഞ് എന്നെ കയറി പിടിക്കണം. അവര് പിന്നെ പിടിത്തം വിട്ടിട്ടില്ല. എന്നെ തോന്നറ, അല്ലെങ്കിൽ അവനെ കയറി പിടിക്കണം. എന്തൊരു പിള്ളേരാണ്, മോശപ്പെട്ട കാര്യമല്ല. അങ്ങനെയാണ് സിനിമയിൽ കയറി പിടിക്കുന്നത്. എന്നെ അയോഗ്യ നായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി, എന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാരം നടനമായിടുവേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗയെന്ന് വിളിക്കുമ്പോൾ നഗലേട്ടാന്ന് വിളിക്കണം. കുമാരഞ്ഞേട്ടോടെ നിന്നെ പൊങ്കാലായിട്ടായിരുന്നു ഇവിടെ. അത് ശരി, ഈ ഡയലോഗ് ആൾക്കാർ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. പറഞ്ഞേ, ഗംഗ ഇപ്പൊ പോണ്ട, വിടമാട്ടെ. എന്നതാണ് വായിന്ന് പറഞ്ഞ എന്താണ്, വല്ല ജപ്പാമ്പളത്തിന്റെ പൈപ്പ് പൊട്ടി വിടമാട്ടെ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ കൊന്ന് അടിപൊളിയാണ്. ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാരം നടനമാടി. അങ്ങനെ പാടിയോ? ഓങ്കാരവാടിയല്ല, ഓങ്കാര നടനമാടിടുവേ. ഓങ്കാര നടനമാടിടുവേ. ഗംഗേ
അത് ഞാൻ പറയണതല്ലേ. ഓക്കെ, ഞാൻ പറയണത്. അപ്പൊ സിനിമ അല്ലേ? അപ്പൊ നഗലേട്ടാന്ന് വിളിക്കണം. നഗലേട്ടെന്നുള്ള വിളിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഞാൻ അങ്ങനെ നക്കു എന്നെ വിളിക്കും. അങ്ങനെ വിളിക്കാം. ഓക്കെ, ഞാൻ പറയട്ടെ. ഗംഗേ നക്കു. എന്ത് നകുലേട്ടനെ ചുരുക്കി വിളിച്ചതാ. ഭവാനി അമ്മ മദ്യപിച്ചിട്ടുണ്ടോ? സത്യം പറയണം. മദ്യം കഴിച്ചിട്ടുണ്ടാന്ന് ചോദിച്ചെന്നാ എന്റെ ദൈവമേ, ഈ സാനിറ്റൈസർ കയ്യെ തൂക്കാനായിട്ട് തികയല്ല. സാനിറ്റൈസർ കയ്യെ തൂക്കാൻ തികയല്ല. അത് ചെറിയ കുപ്പിയിലല്ലേ ഉള്ളതാണ്. തിരിയുന്നില്ല. നീ എന്തിരിഞ്ഞ നോക്കട്ടെ. ഞാൻ തിരിഞ്ഞു. കാണാല്ല. പറഞ്ഞത് മനസ്സിലാവേണ്ട ആൾക്കാർക്ക്. എന്ന് പറഞ്ഞാലേ ഞാൻ ഇടക്ക് 1-2 പ്ലഗ് കഴിക്കും. പ്ലഗ്? എന്ത് പ്ലഗ്? പട്ടാളക്കാരുടെ സാധനം. പെഗ്. പെഗ് എന്നാണ് പറയുന്നത്, പ്ലഗ് അല്ല. പ്ലഗ് കറണ്ടിനെ കുത്തുന്ന സാധനമാണ് പ്ലഗ്. എനിക്ക് എല്ലാ തരവും റമ്മ് പിടിക്കല. അത് എല്ലാവർക്കും പല പല ഇതല്ലേ. ഇപ്പൊ ഇന്നെന്താ കഴിച്ചിട്ട് കഴിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് എന്താ കഴിച്ചത്? അപ്പുറത്തെ പട്ടാളക്കാരൻ്റെ ആപ്പിഞ്ഞേറ്റ സാധനം തന്നു. അത് ഈ കൊറോണ പകരാതിരിക്കാനാണ്, നകത്ത് കഴിക്കാനുള്ള 2 പ്ലഗ് രണ്ട് പെഗ് കഴിച്ചു. 2 പ്ലഗ് കഴിച്ചു. അപ്പൊ നമ്മള് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക. പ്രേക്ഷകർക്ക് തന്നെ അറിയാം ചെറിയൊരു ആട്ടോ ഒക്കെ ഉണ്ട്. എന്നാണ് പുള്ളി പറഞ്ഞത്, പേര് ഞാൻ പറഞ്ഞത്. ആൽക്കഹോളിക്കൊക്കെ എന്തോ സാധനം. ആർക്ക്? ഈ ആൽക്കഹോളിക്കൊക്കെ. അതെ, ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മദ്യമാണ്. മദ്യത്തിനാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ. നമ്മൾ ഒരിക്കലും കഴിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ്, എന്താ കഴിക്കാൻ കാര്യം? എന്താ പോലെ ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായില്ല? പെൻഷനൊന്നും അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. എന്തിന് പെൻഷൻ? പെൻഷൻ അല്ലെന്ന്. നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായോ കഴിക്കാനായിട്ട്? ഇല്ല, അങ്ങനെ ഇല്ല. ഞാൻ കുമാരനുണ്ടായിരുന്നപ്പോ ഒരു ചിരിച്ച തരുവായിരുന്നു. കുമാരൻ കൊടുത്തത്. പിന്നെ മരിച്ചത് പിന്നെ കണ്ടിന്യൂ അടിക്കാൻ. അപ്പൊ ശരിക്കും അടിക്കും. തിളപ്പിച്ച് മാറ്റും. തിളപ്പിച്ച് കഴിച്ച് ഈ ശർക്കരയൊക്കെ മേടിച്ചിട്ട് തിളപ്പിച്ച് പിന്നെ ബാറ്ററിയൊക്കെ ഇട്ട് തേളും പഴുതാരയൊക്കെ പിടിച്ചിട്ട് എല്ലാം കിറങ്ങി നടക്കും. കിറങ്ങി. അത് ശരി. അപ്പൊ ശരിക്കും നല്ല ഊസാണ് ആളിപ്പോ. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങൾ അറിയണമെന്നൊക്കെ ഉണ്ട്. വിശേഷം പറഞ്ഞാലെന്ന് പറഞ്ഞാൽ ഈ പിള്ളേര് വെള്ളം കുടിച്ചു നോക്കുകയാണ്. ബൈക്കിൽ പോകരുത്, അപകടമാണ്. ബൈക്കിൽ അത് സത്യം. ബൈക്കിൽ നമ്മൾ മദ്യപിച്ചുകൊണ്ട് സ്പീഡിൽ ഓവർ പോകരുത്. വാഹനം ഓടിക്കരുത്. അറിയാൻ മേലഞ്ഞിട്ടാണ്. ഇനി ഞാൻ പവിത്രന്റെ മകൻ പിടിച്ചേ. പവിത്രന്റെ മകൻ പിടിച്ചെന്ന്? പവിത്രന്റെ മകനെ പിടിച്ച്. ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ കൊണ്ട് ബൈക്കിൽ പോകേടാ. ആ പള്ളിയുടെ തെക്കുറ വളവിന് മൈക്കിൾ കിടന്ന് വണ്ടി പിടിക്കലുണ്ടായിരുന്നു. മൈക്കിള് പോലീസുകാരല്ലാതെ വേറൊരു ജാതി ഇല്ല. മൈക്കിളല്ലാതെ അത് വെഹിക്കിള്. വണ്ടിയുടെ വെഹിക്കിളാണ്. വണ്ടി പിടിക്കും. വണ്ടി പിടിച്ച്. അല്ലേ വെഹിക്കിളാണോ മൈക്കിളാണെന്ന് എനിക്കറിയാം. ഇവര് പറയണത് കേട്ടത് മൈക്കിളെന്നാണ് കേട്ടത്. വണ്ടി പിടിച്ച് എന്റെ പേപ്പറൊക്കെ ശരിയല്ലെന്ന്. വണ്ടിയുടെ ബുക്കും പേപ്പറും ശരിയല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. ഇത് കാണുന്ന എല്ലാ ചെറുപ്പക്കാരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വണ്ടി ഓടിക്കാവൂ. ഓവർ സ്പീഡിൽ ഓടിക്കരുത്. മദ്യപിച്ച് വണ്ടി ഓടിക്കാനേ പാടില്ല. അല്ലേ? നമ്മളത് കറക്റ്റ് ഉള്ള കാര്യം പറയണമല്ലോ. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ അപകടമൊക്കെ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞു. നേരെ ഇട്. അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് എനിക്ക് അമ്പലത്തിലൊരു വഴിപാടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഒരു ദോഷം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വഴിപാടായിരിക്കും അല്ലേ? പിന്നെ ദോഷം ഉണ്ടായിരിക്കാനായിട്ട് വഴിപാട് നടത്തി. പൊങ്കാല വഴിപാട് നേർന്നായിരുന്നു. പൊങ്കാല അമ്പലത്തിൽ. എവിടെ? തൃച്ചമ്പടിയാറ്റമ്പലത്തിൽ. മനസ്സിലായില്ല. തൃച്ചമ്പടിയാറ്റമ്പലത്തിൽ. മനസ്സിലായി. ഒരു ഷീൽഡ് വെക്കുന്ന നന്നായിരിക്കും മുഖത്ത് കേട്ടോ. തൃച്ചമ്പടിയാറ്റ് അമ്പലത്തിൽ ഒരു ഇത് പൊങ്കാല വഴിപാട്. സത്യം. നമ്മള് ദോഷങ്ങളെല്ലാം മാറാൻ നല്ലതാണ്. ദൈവമേ, ഭഗവാനെ, ദേവിയെ, ദേവിയെ. ദേവി എന്നാ? ഓക്കെ. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് അപ്പൊ ഞാനും മൂത്ത മരുമകളായിട്ട് പോകാനിരിക്കായിരുന്നു. എന്തിന്? മുണ്ട വിഴുങ്ങാൻ. എന്റെ മൂത്ത മരുമകളായിട്ട് പോകാനല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് പോകാനായിട്ട് ഒക്കെ ഒരുങ്ങി കലുമ്പുള്ളൊക്കെ വെച്ച് വണ്ടിയിലെടുത്ത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോ ഇവള് എന്റെ മകനെയും കൊണ്ട് വേറെ വണ്ടി പിടിച്ചിട്ട് പോയി. ഈ മരുമകള്? അതൊന്നും നിങ്ങളെ ചെയ്ത് ശരിയായില്ല. ഒരു അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. എനിക്ക് വേറെ സങ്കടം തോന്നി. ഭഗവാന് എന്റെ ദേവിക്ക് ഒരു പൊങ്കാല ഇടാൻ പോകാനായിട്ട് ഒരുങ്ങിയിട്ട് ഈ പട്ടുപിടിച്ച പെണ്ണ് കാരണം എനിക്ക് ആ വണ്ടിക്കകത്ത് ഞാൻ ചെന്ന് അമ്പലത്തിൽ ചെന്ന് അവരുടെ വണ്ടി ഞാൻ വേറെ വണ്ടി സ്വന്തമായിട്ട് ചെന്ന് അമ്പലത്തിൽ ചെന്ന് പൊങ്കാല ഇടാൻ നോക്കിയപ്പോ അവിടെ പൊങ്കാലായിട്ട് തീരാറായി. ചടങ്ങ് കഴിയാറായി. ആൾക്കാരെല്ലാരും ദൂരനാട്ടിൽ നിന്ന് വന്നവരല്ലേ. ഞാൻ പിന്നെ കൊണ്ടുവന്നല്ലേ ഓർത്തിട്ട് അടുപ്പൊക്കെ കൂട്ടി കലവും വെള്ളവും കൂടെ വെച്ച് തീ കൊടുക്കാനായിട്ട് നോക്കിയപ്പോ കൊതുമ്പില്ല.
കൊതുമ്പെടുക്കുന്ന കാര്യം മറന്നു. മറ്റേ പൊങ്കാലയ്ക്ക് അടുപ്പിൽ തീ കൊടുക്കാനുള്ള കൊതുമ്പ് പോഞ്ഞാട്ടൊന്നും ഇല്ല. ഞാൻ അമ്പലത്തിന്റെ വടക്കൂറയും തെക്ക് നടയിലൊക്കെ തിരക്കിട്ട് 20 രൂപ കൊടുത്ത് ഇത്രച്ചേ ഉണ്ട്. നഷ്ടം. അയ്യോ ഞാൻ മേടിക്കില്ല. നഷ്ടം. അപ്പൊ തലേന്ന് കരിമരുന്ന് പൊട്ടിയതിന്റെ ചവറും ചെപ്പനൊക്കെ കിടപ്പുണ്ടായിരുന്നു അവിടെ അമ്പലത്തിന്റെ പരിസരത്തുണ്ടല്ലോ. ഉണ്ടായിരുന്നു. ഞാനത് എല്ലാം കൂടെ വാരി വെച്ച് തീ അങ്ങാട്ട് കാണിക്കുകയും കലവും വെള്ളവും കൂടെ മേളിൽ കിടന്ന് കളി പിന്നെ പൊട്ടാതെ കിടന്ന കുട്ടിന്റെ പുറത്ത് കൊണ്ട് തീ കൊണ്ട് വെച്ച്. ഇവിടെ ഒരു കാരണമാണ് ഇതുണ്ടായത്. അത് അങ്ങനെയുള്ള മരുമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും സ്നേഹമുള്ള അമ്മമാരുടെ ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എന്നിട്ടത് കണ്ണിന്റെ വീട് വരെ കത്തിപ്പോയി. അതുവരെ കത്തിപ്പോയി. ഇതൊക്കെ രസമുണ്ട്. അപ്പൊ ഈ അമ്പലത്തിന്റെ നടയിൽ നിന്ന് ഇങ്ങനെ നടയിലായിട്ട് കയറി ചെയ്യുന്നില്ല. അത് ശരണം വിളിച്ച് അമ്മേ ദേവി എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോലെയാണ് അമ്പലത്തിലേക്ക്. അമ്പലത്തിലായിട്ട് ഇങ്ങനെ കയറി ചെയ്യുന്നു. ഇട കയറിയപ്പോ ഈ കുറച്ച് പാർട്ടിക്കാർ പിള്ളേർ അവിടെ ഉണ്ട്. അവര് ഇങ്ങനെ അമ്പലത്തിട്ട് അങ്ങനെ പോകയില്ല. അപ്പൊ ഇവര് അമ്മേ ദേവി എന്ന് ഫ്രണ്ടിൽ നിന്നുള്ള ആൾക്കാർ വിളിക്കണ കേട്ടിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ പുറകെ നടന്നിട്ടുണ്ട്. എമ്മേ ദേവി ഇവര് കേൾക്കണത് എമ്മേ ദേവി എന്ന്. അമ്മേ ദേവിയാണ് എമ്മേ ദേവിയായി. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ അമ്മേ ദേവി എന്ന് വിളിച്ച് തിരിച്ചു പോകുന്നു. പിന്നെ അതങ്ങനെ നമ്മള് വിശ്വാസത്തിന്റെ പുറത്തല്ലേ വിശ്വാസം അല്ലേ. അതൊക്കെ പോട്ടെ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ഒരു ഭയങ്കര എന്തോ ഒരു ഭയങ്കര ജീവനാണെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ പേരക്കിടാവ് കുഞ്ഞുകുഞ്ഞില്ലേ, ഏത് കുഞ്ഞു? പേരക്കിടാവ് മൂത്ത അംഗനവാടി പഠിക്കണ അത് തന്നെ. അവന്റെ പ്ലേസ് ബുക്ക് ഞാൻ എപ്പോഴും നോക്കും. പ്ലേസ് ബുക്ക് അവന്റെ ഫോണില് അത് ഫേസ്ബുക്ക്. അത് ഈ ഫേസ്ബുക്ക് എന്നാണ് പറയണത്, പ്ലേസ് ബുക്ക് എന്നല്ല പറയുന്നത്. അതേ കയറി ഞാൻ മോഹൻലാലിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് ഒരുപാട് ലൈക്കടിയൊക്കെ മേടിച്ചു. എത്ര വർഷമായിട്ടാണ് ഈ മോഹൻലാൽ? നിനക്കറിയാൻ മേലാക്കതെന്ന്. അല്ല അത് പറഞ്ഞു തരുമോ നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി? അതൊന്നും പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുകയല്ല. അതാണ് ഒന്നാമത്തെ. അല്ലെങ്കിൽ വിശ്വസിക്കൂല. എന്തെങ്കിലും വെച്ച വെടിയിൽ ഒരു വെടി. പിന്നെ ഞാൻ റേഷൻ കടയിൽ പോണ സമയത്ത് അന്ന് മോഹൻലാലിന്റെ എസ് ടി ഉണ്ടായിരുന്നു. SD ബൈക്ക്. പണ്ടത്തെ. അപ്പൊ ഈ പിന്നെ ഇവനാണ് മോഹൻലാലിന് ആള് ശരിയത് അല്ലേ. അതിപ്പോ എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നെ ഒന്ന് വളക്കാൻ നോക്കിയാ പിടുത്തം കൊടുത്തില്ല. ആരെ വളക്കാൻ നോക്കി? എന്നാ അന്ന് ഇതുപോലെ ഇല്ല ഞാന്. പിന്നെ വെളുത്തിട്ട് നല്ല മിടിക്കായിരുന്നു. ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പോഴും നല്ല മിടിക്കുക തന്നെയാണ്. വാതുറക്കരുത്. പിന്നെ അപ്പൊ മോഹൻലാലിന്റെ അത് എങ്ങനെ സംഭവം പ്രേക്ഷകരോട് പറയാം. അന്ന് ഞാൻ 4:30 കഴിയുമ്പോ റേഷൻ കടയിൽ പോകും. റേഷൻ കട 4:30 കഴിയുമ്പോ പോകും. അപ്പൊ ഈ മോഹൻലാൽ അവിടെ നിന്ന് ചൂളം കുത്തു. പിന്നെ അന്ന് അവന് കുഴപ്പമൊന്നുമില്ല. സ്റ്റഡിയാണ് ആള്. പിന്നെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. അത് പറഞ്ഞു തരാം. ചുരുണ്ട മുടിയൊക്കെയാണ്. നല്ല സ്റ്റഡിയാണ്. ഇവനെ എനിക്കിട്ട് തട്ടാൻ നോക്കി. എങ്ങനെ? ഞാൻ റേഷക്കടയിൽ നിന്ന് ഇറങ്ങി മണ്ണെണ്ണ അരിയും കൂടെ തൂക്കി പിടിച്ചിട്ട് വരികയും ഇവനെ ബൈക്കിൽ നിന്ന് തട്ടി. തട്ടിയതും ഇവന് ഉത്യാശിച്ചെടുത്ത് ബൈക്കിൽ നിന്നില്ല. ഇവൻ അവിടെ വീണ്. മോഹൻലാൽ വീണ്. അതിൽ പിന്നെയാണ് അവന്റെ തോളിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ ഒരു സൈഡ് കുത്തി. അതാണ് ഇങ്ങനെ ഇരിക്കണത്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടം. പക്ഷെ അന്നത്തെ സാഹചര്യം കാരണമായിരുന്നു ഞാൻ പിന്നെ. പക്ഷെ അന്ന് അത്രയും സുന്ദരിയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് റേഷൻ കടയിൽ പോയത് മണ്ണെണ്ണയൊക്കെ മേടിക്കാനല്ലേ. മണ്ണെണ്ണ മേടിച്ചോണ്ട് തിരിച്ചു വരുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ അതേ മണ്ണെണ്ണ ഒഴിച്ച് നിങ്ങളെ കത്തിച്ചേര്. അപ്പൊ ഞാൻ പറയട്ടെ, മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് നമുക്കൊന്ന് എല്ലാരും അറിയണമെന്നുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാൻ നല്ല മിടുക്കനാണ്, സുന്ദരനാണ്. നുണക്കുഴി ഒരു സൈഡ് കൊണ്ട് കണ്ടാ മതി. തോടും കാഴ്ചിട്ടുണ്ട്. വന്ന വരവ് കണ്ട എന്റെ സുരേഷ് ഗോപിയല്ല, സൂര്യഭഗവാൻ. നീ എവിടുന്ന് കുത്തി പറിച്ച് വരികയാണ്. അല്ല, ഇതൊക്കെ കുറെ സാധനമൊക്കെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ പറയണമെന്ന് തിരിയൂല. പിന്നെ അത് മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട സിനിമ എല്ലാ പടം കാണുമല്ലോ. മോഹൻലാലിന്റെ അന്ന് ഇറങ്ങുന്ന സിനിമ വെള്ളിയാഴ്ച ഞങ്ങൾ പോയി കാണും. തുടക്കത്തിൽ തന്നെ കണ്ടിരിക്കും. പിന്നെ കട്ട മോഹൻലാലാണ് നമ്മുടെ. അത്ര ഇഷ്ടമാണ് അത്. ഹിറ്റാണ്. എന്നാൽ മോഹൻലാലിന്റെ ഒരു ഇഷ്ടപ്പെട്ട പടം ഏതാണ്? എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോട്ടയം കുഞ്ഞച്ചൻ. കോട്ടയം കുഞ്ഞച്ചൻ ആരെ പടം? മോഹൻലാലിന്റെ കട്ട ഫാൻ. അത് പുള്ളി ബൈക്ക് വന്ന് തല്ലി പറഞ്ഞ്. കോട്ടയം കുഞ്ഞച്ചൻ മമ്മൂട്ടിയുടെ പടമല്ലേ കോട്ടയം കുഞ്ഞച്ചൻ? പിന്നെ അല്ലാതെ ചിരിക്കിയുടെ കറിയാണത്. എന്താ എനിക്ക് തെറ്റിയതായി. മൂങ്ങിയുടെ ഫിഗർ പോയിട്ട് വന്നേക്ക്. കോട്ടയം കുഞ്ഞച്ചൻ മമ്മൂട്ടിയുടെ പടം. മോഹൻലാലിന്റെ പടമൊക്കെ വേറെ പടങ്ങളാണ്. അതൊക്കെ പോട്ടെ. മോഹൻലാലിന്റെ പടത്തിലെ ഒരു പാട്ട് മറ്റേ കുടുംബശ്രീയുടെ വാർഷികത്തിന് പാടി 1ാം സമ്മാനം മേടിച്ച കാര്യം ഇവിടെ വന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ നമ്മുടെ പറഞ്ഞു. 1ാം സമ്മാനം മേടിച്ചില്ലേ? 1ാം സമ്മാനം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. അത് മറ്റേ ആ പെണ്ണ് കൊണ്ടുപോയി. ഏത് പെണ്ണ്? ഒരു മുടിയടിച്ചിട്ട് ആട്ടുള്ള ഒരു പെണ്ണുണ്ടല്ലോ, നിക്കണ നിപ്പി മിണ്ടണത്. ആദ്യം മുടിയടിച്ചിട്ട്
തുള്ളണത് എണ്ണം കൃമി ടോമി. ആ ഓ മറ്റേ ഡാൻസ്. എന്റെ ദൈവമേ, അവള് തന്നെ പറയും അവള് കിടന്ന് ചിരിക്കി. എന്റെ അഭ്യാസമൊക്കെ എന്താണല്ലേ, എന്താണ് മെഗാ ഷോ ബുക്ക് ചെയ്ത പോലെ എന്നിട്ട് അവള് പാടി കൊണ്ടുപോയത് സമ്മാനം. പിന്നെ അവള് പാടിയിട്ട് നാട്ടുകാരാണ് കൊണ്ടുപോയത്. എടുത്തിട്ട് പോയി ഇനി പാടരുതെന്നും പറഞ്ഞു. ആണല്ലേ. പിന്നെ അല്ല ഇതേ വേറൊരു കേസ് അറിഞ്ഞായിരുന്നല്ലോ, റിമി ടോമിനെ മറ്റേ ഒരു പുള്ളി എടുത്ത് പൊക്കിയത് അറിഞ്ഞാ മറ്റേ ഇത്. അത് വേറൊരു ചെറുക്കനാണ്, ഹിന്ദിയിൽ നിന്നാണ് ഇംഗ്ലീഷിൽ നിന്നാണ്. ഒരു എലിപ്പൻ ചെറുക്കൻ മുടിയൊക്കെ വളർത്തിയത്. ആ ചെറുക്കനൊന്നും പറയല്ലേ, പുള്ളിക്ക് എന്തൊരു ഫാൻസ് ഉണ്ടെന്ന് അറിയാമോ? അവന്റെ പേരെന്നാ? അവന്റെ പേര് ഷാരൂഖ് ഖാൻ. എന്തുക്കാ? ഷാരൂഖ് ഖാൻ. ഖാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗമാണ്. വെറുതെ ചാനൽ കൂട്ടിയില്ലാത്തവനല്ലേ. ഈശയില്ലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്റ്റൈലാണത്. അവൻ എന്നെ ഒന്ന് പോക്കാൻ നോക്കിയതാണ്. ആര്? ഷാരൂഖ് ഖാൻ. അപ്പൊ അത് ചുമ്മാ അല്ലെന്ന് എന്നെ ഒന്ന് പൊക്കാൻ നോക്കിയതാ. എങ്ങനെ ഇവിടെ വെച്ചാന്ന് സംഭവം ഒന്ന് തുറന്നേ, പ്രേക്ഷകരോട് പറഞ്ഞേ. ഞങ്ങളുടെ ഒരു ഗാനമേളക്ക് ഇതുപോലെ പാട്ടുണ്ടായിരുന്നു. ആരുടെ പാട്ട്? അമ്മയുടെ പാട്ട് അല്ല, മൊത്തത്തിൽ വേറെ ആൾക്കാരുടെ പാട്ടായിരുന്നു. എന്നോട് പറഞ്ഞ് എന്റെ നാട്ടുപുറത്തുള്ള ഒരു മുത്തങ്ങയുടെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാടാൻ കയറി. കയറിച്ചെന്ന് വാളി 4 വരി തീർന്നില്ല. അപ്പൊ ഇവന്റെ പേരനാണ് ഷാരൂഖ് ഖാൻ. ഇവ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പരിപാടി. ഇവൻ ആ ഓർമ്മയില് എന്നെ ഒന്ന് പൊക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു നിന്നെ പോലെ തന്നെ തൊട്ടും പിടിച്ച അദ്ദേഹം വേണ്ടത് പറഞ്ഞു. ആണല്ലേ. ഷാരൂഖ് ഖാൻ വരെ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു ഫാൻ. പൊക്കാൻ നോക്കിയതാണ്, പക്ഷെ പൊങ്ങിയില്ല. അവസാനം പൊക്കാൻ നോക്കി പൊങ്ങിയത് ശ്രീധരൻ ചേട്ടനാണ്. ഓ, അതൊന്നൊന്നര പൊക്കായിരുന്നേ. അതെനിക്കും അറിയാം. 4 മക്കളായല്ല, പിന്നെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാമോ, നമ്മുടെ ഒരു 2 വരി പാട്ട്, ഇഷ്ടപ്പെട്ട 2 വരി പാട്ട് കേൾക്കണമെന്നുള്ളത് നമുക്കിപ്പോ പ്രേക്ഷകരെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മോഹൻലാലിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഗംഗയെ പാടുക. എന്നിട്ട് ശ്വാസം മുട്ടലുണ്ടായി ഞാൻ കൊണ്ടുപോകും. ശ്വാസം മുട്ട ചത്ത് ഗംഗയിൽ ഒഴുക്കേണ്ടി വരും. കൊറോണയാണ്. കൊറോണയാണ്. പിന്നെ അത് കൊറോണ ഉണ്ടാ? അല്ല, കൊറോണ ഉണ്ടല്ലോ ശ്വാസം മുട്ടൽ. ഞാൻ ഒരു കാര്യം പറയാം, ഭവാനി അമ്മേനെ ഒരു കാരണവശാലും കൊറോണയുടെ ഒരു സംഭവങ്ങളും ഭവാനി അമ്മയുടെ അടുത്ത് പോലും വരില്ല. കാരണം ഒരു കൊറോണനെ വേറൊരു കൊറോണ ആക്കാൻ പറ്റിയ ചരിത്രം ഇന്ന് വരെ ഞാൻ അങ്ങനെ മദ്യപിക്കാറില്ല. പിന്നെ നിർബന്ധിക്കാമെങ്കിൽ നിർബന്ധിക്കുന്നില്ല. വല്ലവൻ തന്നെ താന. അതുപോട്ടെ, ഈ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകുന്ന സംഭവമൊന്നുമല്ല. എന്ത് സാധനം കഴിച്ചെന്ന് പറഞ്ഞാൽ മിലിറ്ററിയാ? എന്ത് മിലിറ്ററി? ഒരു കുട്ടി പിന്നെ തോക്കും പിടിച്ചിട്ടുണ്ട് ഈ കുപ്പിയുടെ സൈഡിൽ. ആരുടെ സൈഡിൽ? ഈ കുപ്പിയുടെ സൈഡിൽ. അതാണ് മേടിച്ച് കഴിച്ചത്. അതാണ് ഈ രാവിലെ പോലും വന്നപ്പോൾ പോലെ ഈ നേരം വരെ ഇങ്ങനെ ദുരിത വെടി വെച്ചോണ്ടിരിക്കുന്നത്. കേരള പോലീസിനെ പോലെയാണ്. ഒരു വെടിയിട്ട് കൊള്ളണതും ഇല്ല, ഒന്നും ചാകണതും ഇല്ല. ഒരു കാര്യം ചെയ്യും, ഒന്ന് ഊതിക്കുക. ഇത് എന്ത് ബ്രാൻഡാന്നുള്ളത് എനിക്ക് നോക്കണം. നല്ല കൂടിയ ഇനം, മുന്തിയ ഇനം. മുന്തിയ ഇനം ഒന്ന് ഊതിക്കുക. ഞാൻ കറക്റ്റ് പറയാം. എന്തായാലും കൂടിയതാണല്ലോ. കൂടിയ ഇനത്തിന്റെ മണം എനിക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റും. ഒന്ന് എന്റെ ഇങ്ങോട്ട് ഊതണ്ട, കാരണം എനിക്ക് അത്ര സഹിക്കാനുള്ള ഒരു ബോഡി പവർ എനിക്കില്ല. ഇങ്ങോട്ട് ഊതിയാ ഞാൻ ഇങ്ങനെ പിടിച്ചോളാം. ഇങ്ങോട്ടൊന്ന് ഊതിയിട്ട് ഇങ്ങോട്ടാവോ? മണം കിട്ടിയ സൂപ്പർ സാധന ഇതാ. ഇപ്പൊ ഈ അടിച്ച സാധനം എന്തൊക്കെ പറച്ചിലായിരുന്നു. പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. ഒരാൾ വെടിവെക്കാൻ നിൽക്കണ്, വേറെ ആൾ അമ്പ ചെയ്യാൻ നിൽക്കണ്. അതിൻ്റെ അവിടെ മറ്റേ മിലിറ്ററിയുടെ സാധനം, പിന്നെ സൂപ്പർ ഉള്ള കോഴിക്കാട്ടം ഇട്ട് മാറ്റിയേക്കണ സാധനം എടുത്ത് അടിച്ചിട്ട് വെറുതെ മനുഷ്യനെ ചീത്താക്കാനായിട്ട്. എനിക്ക് ഇത് പറ്റില്ല. പിന്നെ ഞാനൊരു മനസ്സാക്ഷി വെച്ച് ഒരു കാര്യം പറയാം. അതിൻ്റെ കുപ്പിയുടെ ഭാഗ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. വേണ്ട, ആ കുപ്പിനെ പറ്റിയുള്ള കുറ്റം പറഞ്ഞേച്ചു ഇപ്പം അവൻ കഴിക്കാൻ പോയി. എനിക്കില്ല.